മക്കളെ നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെക്കേഷനൊക്കെ സന്തോഷമായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ക്ലാസ്സിലേക്ക് കിടക്കാം നമുക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഐ. ഐ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എ എന്നെഴുതിയപ്പോൾ കുറേ വാക്കുകൾ എഴുതി. പക്ഷേ എ ശബ്ദം കൊടുക്കാൻ നമ്മളൊരു ചിഹ്നം കൊടുത്തു. അതിൻ്റെ പേരെന്താ? പുള്ളി അല്ലേ? കായുടെ മുമ്പിൽ പുള്ളി ഇടുമ്പോൾ കെ, തായുടെ മുമ്പിൽ തേ. എയുടെ മുമ്പിൽ പുള്ളി ഇടാം. അപ്പം എന്ത് ശബ്ദം വരും? ഐ എന്നുള്ള ശബ്ദം വരും. ഐ എന്നുള്ള അക്ഷരം ആണ് നമുക്ക് കിട്ടുന്ന സ്വരാക്ഷരം. നമുക്ക് ആ അക്ഷരം വെച്ചിട്ട് വാക്കുകൾ ആദ്യം എഴുതാം. അപ്പോൾ നമ്മളുടെ രണ്ടുപേരെ പുസ്തകം എടുക്കുക. ഇടതുഭാഗത്ത് ഐ വെച്ചിട്ടുള്ള വാക്കുകൾ ഐവർ, 5 പേരെന്നുള്ള അർത്ഥം. ഐഷ, പെണ്ണിൻ്റെ പേര്. ഐസർ, വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഗവേഷണവും പഠനമൊക്കെ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ ഐ10, കാറിൻ്റെ പേര് കേട്ടിട്ടില്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് എന്താണ്? ആ ചിഹ്നം മുകളിൽ എഴുതുക. ഇരട്ടപ്പുള്ളി. ആ പുള്ളി 2 എണ്ണം ഇടണം. വ്യഞ്ജനാക്ഷരങ്ങളുടെ മുന്നിൽ 2 പുള്ളികൾ ഇടുമ്പോൾ ഇരട്ടപ്പുള്ളി എന്ന് പറയും. അതപ്പോൾ ഐ ശബ്ദം കിട്ടുകയുള്ളൂ. നമുക്ക് വാക്കുകൾ നോക്കാം. അത് ഇവിടെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിച്ച അത്രയും സ്വരാക്ഷരങ്ങൾ വെച്ചിട്ടുള്ള വാക്കുകൾ എഴുതാം, വ്യഞ്ജനാക്ഷരങ്ങളും വെച്ചിട്ടുള്ള വാക്കുകൾ എഴുതാം. പക്ഷെ അവിടെ നിർബന്ധമായിട്ടുണ്ടാകേണ്ട ചിഹ്നം, ഓരോ വാക്കിലും ഉണ്ടാകേണ്ട ചിഹ്നം ഇരട്ടപ്പുള്ളി, ഐ ചിഹ്നം വേണം. അകൈതവമായ, നമ്മൾ നന്ദിയൊക്കെ രേഖപ്പെടുത്തുമ്പോൾ നിസ്സീമമായ, ഭയങ്കര സന്തോഷത്തോട് പറയുന്ന വാക്കാണ് അകൈതവമായ. ഒത്തിരി വാക്കുകൾ നമുക്ക് കിട്ടുമെങ്കിലും എല്ലാത്തിലും കൂട്ടക്ഷരവും അനുസ്വാരവും വരുന്നത് കൊണ്ട് നമ്മൾക്ക് സെലക്റ്റീവായിട്ടുള്ള വാക്കുകൾ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഐ വെച്ച് തന്നെ ഒരു വാക്ക് എഴുതി. ഐ ലൈനർ, നമ്മൾ കണ്ണിനൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, ഐ ലൈനർ. എന്തുകൊണ്ടാണത് ഈ ഭാഗത്ത് എഴുതാഞ്ഞത്? നമ്മളിവിടെ ആ അക്ഷരം മാത്രം, സ്വരാക്ഷരം മാത്രം. ഇവിടെയാണ് നമ്മൾ ആ ചിഹ്നം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ചിഹ്നം ഇവിടെ വരുള്ളൂ, ഐ ലൈനർ. ഇനി വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ചിട്ടാണെങ്കിൽ കൈത. കൈത ചക്ക എന്ന് എഴുതാൻ പറ്റില്ല, 2 കൂട്ടക്ഷരമാണ്. കൈതച്ചക്ക, കൈത. കൈവേല, കൈപിടി, കൈരളി, ജൈനൻ, ടൈൽ, ഡൈ, തൈ, ദൈവദൂതർ, ദൈവദൂതൻ, പൈ, ബൈ, ബൈനറി, ബൈബിൾ, ഭൈരവൻ, മൈസൂർ, പ്രസിദ്ധമായ സ്ഥലമാണ് മൈസൂർ, ലൈല, ലൈസ, ലൈന, വൈൻ, വൈവാഹികമായ, വൈകാരികമായ, ശൈലജ, ശൈലജ എന്ന് പറയും, ശൈലജ എന്നും പറയും. ശൈലി, ഷൈൻ, റൈൻ, ഹൈദർ, സൈനികമായ, സൈനഭ. ശൈശവം എന്ന് പറയാൻ പറ്റില്ല, അനുസ്വാരമുണ്ട്. ശൈശവമായ. പ്രധാനപ്പെട്ട നമ്മുടെ ഭാഗം ഏതാണ്? നമ്മുടെ വാചകങ്ങൾ അല്ലേ? അതിൻ്റെ മുകളിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാകും? ഇപ്പം 36 ഒരെണ്ണം കൂടി അല്ലേ? ആ മുതൽ ഐ വരെ. ആ 36, ആ ദീർഘം 36, ഇ 36, വള്ളി ഈ കെട്ടുവള്ളി 36, ഉ 36, ഊ 36, ഉകാരം, ഊകാരം, ഋകാരം 36, എ പുള്ളി 36, എ കെട്ടുപുള്ളി 36, ഐ 36. അപ്പം 10 36കൾ വന്നു അല്ലേ? 10 36കൾ വന്നു. കൂടാ തൽക്കാലം മാറ്റി നിർത്തുന്നത് അനുസ്വാരം ചേർത്ത വാക്കുകൾ വേണ്ട,
ചന്ദ്രകല ചേർത്ത വാക്കുകളും വേണ്ട. ബൈബിൾ എന്ന് കേട്ടിട്ടില്ലേ? ബൈബിള് കേൾക്കാത്തവരാരുമില്ല ഈ ലോകത്ത് അല്ലേ? കൂടുതലായിട്ട് അച്ചടിച്ചിട്ടുള്ള പുസ്തകം ആണ് ബൈബിള്. ഈ ബൈബിൾ എന്താ? ദൈവവചനമാണ് അല്ലേ? അപ്പോൾ രണ്ടിലുണ്ട്. ദൈവവചനമാണു ബൈബിൾ, വേദപഠനമാണു ബൈബിൾ. ഇടുക്കി എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? കേൾക്കാത്തവരാരുമില്ല. ഇടുക്കി എന്ന് കേൾക്കാത്ത ഈ കേരളത്തിൽ ആരും ഉണ്ടാവില്ല. ഇടുക്കിയുടെ തലസ്ഥാനം പൈനാവ് എന്ന് പറയും. പൈനാവ്. അപ്പോൾ ഇടുക്കിയുടെ തലസ്ഥാനം പൈനാവ് എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. എന്താ? അവിടെ ഒരു കൂട്ടക്ഷരം വന്നുപോയി അല്ലേ? പക്ഷേ ഈ ഇടുക്കിയുടെ കാര്യാലയം നമ്മൾ പറയില്ലേ, കളക്ടറേറ്റ് എന്ന് പറയും, അത് സ്ഥിതി ചെയ്യുന്ന ഒരു മലയുണ്ട്, കുയിലിമല എന്ന് പറയും. കുയിലിമല. അപ്പം നമുക്ക് പൈനാവ് എന്നുള്ള വാക്കെടുക്കാം. പൈനാവിൻ മല, കുയിലിമല. പൈനാവ് ക്യാപിറ്റലാണ് ഇടുക്കിയുടെ. അപ്പോൾ പൈനാവ് സ്ഥിതി ചെയ്യുന്ന, കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നതാണ് കുയിലിമലയിൽ. പൈനാവിൻ മല, കുയിലിമല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുണ്ട്, ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ്റെ തേരോട്ടം ഞാനൊക്കെ കുഞ്ഞുനാൾ മുതലേ കേൾക്കണേന്നു, ടിപ്പു സുൽത്താൻ്റെ തേരോട്ടം എന്ന്. ടിപ്പു സുൽത്താൻ്റെ ഒരു പേരാണ് മൈസൂർ കടുവ. അപ്പോൾ നമുക്കിവിടെ ടിപ്പു സുൽത്താൻ എന്ന് എഴുതാൻ പറ്റില്ലെങ്കിൽ മൈസൂർ കടുവ എന്ന് എഴുതാം. മൈസൂർ കടുവയുടെ പിതാവാണ് ആരാണ്? മൈസൂർ കടുവയുടെ പിതാവ് ഹൈദർ അലി. അപ്പോൾ എന്തെഴുതാം? മൈസൂർ കടുവയുടെ പിതാവാണു ഹൈദർ അലി. അപ്പോൾ ഹൈദർ അലിയുടെ ആരാണ് മൈസൂർ കടുവ അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ? മകനാണല്ലേ? അപ്പം എന്തെഴുതാം? ഹൈദർ അലിയുടെ മകനാണു മൈസൂർ കടുവ. ടിപ്പു സുൽത്താൻ തൽക്കാലം എഴുതേണ്ട, ഓർത്തിരുന്നാൽ മതി. ഫോട്ടോ നമുക്ക് ടിപ്പു സുൽത്താൻ്റെ കാണാം. ഓക്കെ. ഇനി നമ്മൾ സീതാദേവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? സീതാദേവിക്ക് മറ്റൊരു പേരുണ്ട്, മൈഥിലി. അതിൻ്റെ കാരണം മിഥിലാപുരി, മിഥിലയിലെ അധിപനായിരുന്ന ജനക മഹാരാജാവിൻ്റെ മകളാണ് മൈഥിലി അല്ലെങ്കിൽ സീതാദേവി. മൈഥിലിയുടെ അല്ലെങ്കിൽ ആരാ? സീതാദേവിയുടെ താതനാണു മിഥിലാധിപതിയായ, മിഥിലയുടെ അധിപതിയായ ജനക മഹാരാജൻ. ഒന്നുകൂടി പറയാം. മൈഥിലിയുടെ അഥവാ സീതാദേവിയുടെ താതനാണു മിഥിലാധിപതിയായ ജനക മഹാരാജൻ. കിട്ടിയില്ലേ? ഓക്കെ. ഇനി എഴുതിയേക്കണ വാചകം ഒന്ന് വായിച്ചേ. വായിക്കാൻ പറ്റുന്നുണ്ടാ? ഒന്നിച്ചെഴുതിയേക്കുന്നത് ഒറ്റ വാചകമായിട്ട്. കേരളീയരവരവരുടെ മാതൃരായ കൈരളിയെ അറിയുക. നമുക്ക് ഏറ്റവും വലത്തെ അറ്റം മുതൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. കേരളീയരവരവരുടെ മാതൃരായ കൈരളിയെ അറിയുക. കൈരളി എന്താ? കേരളം തന്നെ. കൈരളിയെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താ? കൈരളിയെ അറിയുക. അപ്പം നമ്മൾ എന്ത് ചെയ്ത് അവസാന ഭാഗത്തെ രണ്ടാക്കി, കൈരളിയെ അറിയുക. ഇനി മാതൃരായ. എന്താണ് മാതൃരായ? മാതൃ ഊരായ, അമ്മ ജന്മസ്ഥലം എന്നുള്ള എൻ്റെ അർത്ഥം, ജനിച്ച നാട്, അമ്മയുടെ നാട്. മാതൃരായ, മാതൃ ഊരായ. ആദിവാസി ഭാഗത്തൊക്കെയാണ് ഈ ഊരെന്ന് പറയുന്നത്, എങ്കിലും അതിന് ഭൂമി എന്നുള്ളൊരർത്ഥവും കൂടിയുണ്ട്. മാതൃ ഊരായ കൈരളിയെ അറിയുക. ആരാണ്? അവരവർ തന്നെത്താനെ സ്വന്തമായിട്ട് കൈരളിയെ അറിയണം. ആര്? കേരളീയർ അല്ലേ? നമ്മൾ നമ്മളെക്കുറിച്ച് അറിയാണ്ട് വേറെ അന്യരാജ്യക്കാരെക്കുറിച്ചല്ലല്ലോ ആദ്യം അറിയേണ്ടത്. അപ്പം ഒന്നും കൂടി പറയാം. കേരളീയർ അവരവരുടെ മാതൃ ഊരായ കൈരളിയെ അറിയുക. നമുക്ക് ഈ ഊരെന്നുള്ള സ്ഥലത്ത് ഭൂമി എന്ന് ചേർക്കാം. എന്തെഴുതാം? കേരളീയർ അവരവരുടെ
മാതൃഭൂമിയായ കൈരളിയെ അറിയുക. എല്ലാ ചിഹ്നങ്ങളും വന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ അകത്ത് ചിഹ്നങ്ങളെല്ലാം ഓരോന്നിലും വന്നിട്ടില്ല, കുറച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അ ആ ഇ ഈ ഉ ഊ ഋ എ ഐ എല്ലാ ചിഹ്നങ്ങളും വന്നിട്ടുണ്ട്. കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും ഒരു ജംഗ്ഷനിലെത്തി. 1S തുടങ്ങിയല്ലേ? 1S എന്നുള്ളത് വലത്തോട്ട് തിരിഞ്ഞ് 6 വരെ യാത്ര ചെയ്തു. ആ ഇ ഈ ഉ ഊ ഋ. അതിനുശേഷം നമ്മൾ ജംഗ്ഷനിലെത്തി ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മൾ എ ഐ. അപ്പോൾ നമുക്കൊരു പേര് കൊടുക്കണ്ടേ ഇതിന്? എന്ത് കൊടുക്കാം? 3 പേർക്കും കൂടി 3L എന്ന് കൊടുക്കാം. 3L. ജംഗ്ഷനെത്തി നിൽക്കണേണ് നമ്മൾ. ആ ഇ ഈ ഉ ഊ ഋ എ ഐ. ഇനി നമുക്ക് ആ വാക്കുകൾ ഒന്ന് കൊടുത്താലോ? കാ കൊടുക്കാം. കാക്ക, കീക്കി, കൂക്കു, കൃ, കേ കൈ. വാക്ക് കൊടുത്താലോ? കല, കാന, കിണി, കീരി, കുളി, കൂൺ, കൃഷി, കെണി, കേര, കൈത. കാക്ക, കീക്കി, കൂക്കു, കൃ, കേ കൈ. ഇനി നമുക്ക് ആ ഭാഗത്ത് നമുക്ക് മാ കൊടുക്കാം. മല, മാല, മിഴി, മീൻ, മുറ, മൂശ, മൃഗരാജൻ, മെതിയടി, മേള, മൈന. ഇത്രയും നമ്മൾ ഉറപ്പിക്കുക. പരമാവധി വാക്കുകൾ നമുക്ക് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. കുറച്ച് ബുദ്ധിയൊക്കെ വർക്ക് ചെയ്യട്ടെ. പാട്ടുണ്ടാക്കുക, ചിഹ്നങ്ങൾ. അപ്പോൾ നമ്മൾ കുറേ ചിന്തിക്കും. ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിയൊക്കെ വികസിക്കും കേട്ടോ. ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും വെക്കേഷൻ അടിപൊളിയാക്കുക. അടുത്ത ദിവസം നമുക്ക് ജംഗ്ഷനിലാണ് നിൽക്കണമെന്ന് പറഞ്ഞില്ലേ, അടുത്ത നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് നോക്കാം. ഓക്കെ, ക്ലാസ് കഴിഞ്ഞു. നന്ദി, നമസ്കാരം.